ഇന്നലെയാണ് പാലാ നഗരസഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സായത്. അതോടെ കേവലം മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന UDF ഭരണം അവസാനിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാൻ, നഗരസഭാ ചെയർമാൻ രാജിവെച്ചൊഴിയേണ്ട പശ്ചാത്തലം ഒരുങ്ങുകയാണ്. അങ്ങനെ ഇനിയിപ്പോൾ വിമത കൗൺസിലർമാരെ കൂട്ടി ഭരണം പിടിക്കാൻ കേരള കോൺഗ്രസ് എം ശ്രമിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസ് വിമതയായി വിജയിച്ച മായ രാഹുലോ മറ്റു 2 വനിതാ അംഗങ്ങളോ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തിയേക്കും എന്നാണ് വിവരം. പുറത്തുനിന്നുള്ള പിന്തുണ നൽകാനാണ് കേരള കോൺഗ്രസിന്റെ നീക്കം എന്നും മനസ്സിലാകുന്നു. അതേസമയം പാർട്ടി വിപ്പ് ലംഘിച്ച 4 കൗൺസിലർമാരെയും കോൺഗ്രസ് പുറത്താക്കി. ശ്രീത്ത് വിവരങ്ങൾ പങ്കുവെക്കുന്നു. ശ്രീത്ത്, അപ്രതീക്ഷിതമായി കേരള കോൺഗ്രസ് എമ്മിന് കിട്ടിയ ഒരു ലോട്ടറി എന്ന് വേണമെങ്കിൽ കരുതാം ഈ അവിശ്വാസം പാസ്സായതും കോൺഗ്രസ് കൗൺസിലർമാരുടെ പിന്തുണ അവിശ്വാസത്തിനുണ്ടായതും മറ്റും. പക്ഷേ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാൻ കോൺഗ്രസ് ഒരുപക്ഷെ ശ്രമിച്ചേക്കാം. വിപ്പ് ലംഘിച്ച സംഭവമാണ്. അയോഗ്യതയടക്കമുള്ള വിഷയങ്ങൾ ഈ കൗൺസിലർമാർക്ക് മുകളിലുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്ത് തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ നഗരസഭയിലുള്ളത്? രഞ്ജിത്ത്, അച്ചടക്ക നടപടി ഇതിനകം ഉണ്ടായിക്കഴിഞ്ഞു. അവരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു, പുറത്താക്കിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഇനി എത്രത്തോളം ശക്തമായി ഇതിൽ നിയമ നടപടി, അതായത് ഈ അയോഗ്യതയ്ക്ക് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്നു കാണേണ്ടത്. കോൺഗ്രസ് അതിനും വളരെ വേഗത്തിലുള്ള നടപടികളിലേക്ക് പോകുമോ, അതോ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു നീക്കത്തിന് പരോക്ഷമായി നിന്ന് പിന്തുണ നൽകിക്കൊണ്ട് ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകുന്നത് വരെ ഈ വിമതരെ 4 പേരെ അവിടെ തുടരാൻ അനുവദിക്കുമോ എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. എന്തായാലും ഈ പാർട്ടിക്ക് മാത്രമല്ല ഇങ്ങനെ ഉണ്ടായി, മുന്നണിയിലെ മറ്റേ കൗൺസിലർമാർക്കും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അവരും അത്തരം നീക്കങ്ങളെ പറ്റി ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഉണ്ടാകുന്ന ഈ അയോഗ്യതാ പ്രശ്നമൊന്നും കേരള കോൺഗ്രസ് എം അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. പകരം ഈ 4 കൗൺസിലർമാരിൽ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ 5ാമതായിട്ടുള്ള ഈ മായ രാഹുലിനാണ് ഒരു പ്രധാന സാധ്യത. അതല്ലെങ്കിൽ ഈ 2 വനിതകളുണ്ട്. വനിതാ സംവരണമാണ് പാലാ നഗരസഭ അധ്യക്ഷ സ്ഥാനം. അതുകൊണ്ട് തന്നെ ആ 2 പേരിൽ ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ തന്നെ ആയിരിക്കും പാർട്ടിയിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടാകുക. അവർ സ്വാഭാവികമായി പുറത്തായതുകൊണ്ട് തന്നെ ഇനിയൊരു കേരള കോൺഗ്രസ് സഖ്യം എന്ന നിലയിൽ അത് വരില്ല എന്നും കേരള കോൺഗ്രസ് ഫലത്തിൽ വിലയിരുത്തുന്നു. പക്ഷേ ആകെ മൊത്തം നോക്കുമ്പോൾ ഇത് ഭാവിയിലേക്കുള്ള ഒരു സഖ്യത്തിന്റെ തുടക്കമായി പാല മാറിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി അതിനും അപ്പുറത്തേക്ക് കോൺഗ്രസ് അതിശക്തമായി ഇവർക്കെതിരെ അയോഗ്യതയുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണാൻ ഉള്ളത്. ശ്രീത്ത, ഇപ്പോഴത്തെ ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ അവിടുത്തെ ഒരു കരുത്ത്, അംഗസംഖ്യയൊക്കെ നോക്കിയാൽ ഈ വിമതർക്കൊപ്പം ചേർന്നാൽ ഭരണം പിടിക്കാനുള്ള സംഖ്യ ഉണ്ടല്ലോ അല്ലേ? അത് വളരെ എളുപ്പമാണ് രഞ്ജിത്ത്. കാരണം പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസ് എം ആണ് ഏറ്റവും വലിയ കക്ഷി. 10 അംഗങ്ങളുടെ പിന്തുണയാണുള്ളത്. കോൺഗ്രസിനാകെ 4 അംഗങ്ങൾ ഉണ്ടായിരുന്നു, 6 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 4 പേരാണ് ഇന്നലെ വന്നത്. 2 പേർ ഇപ്പോഴും UDF പക്ഷത്ത് നിൽക്കുകയാണ്. അതായത് 10 + 4 14 ആയിക്കഴിഞ്ഞാൽ തന്നെ ഭരണം ഭൂരിപക്ഷമായി. അവിടെ 2 CPM-ന്റെ 2 സ്വതന്ത്രർ കൂടിയുണ്ട്. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ CPM ഇതിനോട് സഹകരിക്കുന്നില്ലെങ്കിൽ, ഇപ്പോൾ സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, ഇനിയും സഹകരിക്കുമെന്ന് തന്നെയാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ വന്നാൽ 16 ആയി. പിന്നെ 1 മായ രാഹുലും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ 17 പേർ. ഇന്നലെ ഈ അവിശ്വാസത്തെ പിന്തുണച്ച 17 പേരും ഉള്ളപ്പോൾ വളരെ എളുപ്പം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ് നമുക്ക് എടുത്തു കാണാൻ സാധിക്കുന്നത്. ഫലത്തിൽ കേരള കോൺഗ്രസ് എം നേരിട്ട് അധികാരത്തിൽ വരില്ലെങ്കിലും പിന്നിൽ നിന്നുകൊണ്ട് ഡ്രൈവ് ചെയ്യുക എന്ന തന്ത്രം തന്നെയായിരിക്കും പാലയിൽ അവർ പയറ്റുക. കാരണം ഈ നേരിട്ട് അധികാരത്തിലേക്ക് വന്നാൽ പ്രതിപക്ഷത്തിരിക്കാൻ തെരഞ്ഞെടുത്ത ഒരു മുന്നണിയെ അവർ അധികാരം പിടിക്കുന്ന കാഴ്ച നേരിട്ട് കാണുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് അവർ കരുതുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭരണത്തിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുക എന്നൊരു തന്ത്രം അവർ പയറ്റുന്നത്. ഫലത്തിൽ കേരള കോൺഗ്രസ് എം തന്നെ ഭരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. എന്തായാലും പാലാ നഗരസഭയിൽ അനിശ്ചിതത്വം തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു തട്ടിക്കൂട്ട് സംവിധാനം വന്നാൽ എത്ര നാൾ അത് തുടരുമെന്നുള്ള കാര്യവും കാത്തിരുന്ന് കാണേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കേരള കോൺഗ്രസ് എം ആണ്. അവർ പുറത്തുനിന്ന് പിന്തുണച്ചുകൊണ്ട് വിമതരെ കൂട്ടി ഒരു ഭരണ സംവിധാനം, അതാണ് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസുമായി ചേരണം. അതൊരു ഭാവിയിലേക്കുള്ള ഒരു സഖ്യത്തിൻ്റെ തുടക്കമാകാം ഒരുപക്ഷെ പാല എന്നുള്ളത് കൂടി നമുക്ക് പ്രതീക്ഷിക്കണം. അത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.